ഊട്ടിയിൽ വന്നാൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കോത്തഗിരി എന്ന് പറയുന്നത്. കാരണം കോത്തഗിരിയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. നമുക്കത് വഴിയെ പറഞ്ഞുതരാം ഞാൻ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കോത്തഗിരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം, കാണാനൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് ഈ കോത്തഗിരിയിലുള്ളത്. കോത്തഗിരി തന്നെ ഒരു നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കീഴ്കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലം. കീഴ്കോത്തഗിരി ഒരു ചെറിയ ഗ്രാമമാണ്. അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് ഉള്ളിലോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. കൂടുതൽ വണ്ടികളൊന്നും നമുക്ക് ഓപ്പോസിറ്റ് വരാനോ നമ്മളൊപ്പം വരാനോ ഒന്നും ഉണ്ടാവില്ല. മൃഗങ്ങളെ, വൈൽഡ് ആനിമൽസിലൊക്കെ ധാരാളം സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കാട്ടുപോത്ത്, ആന, അതുപോലെ കരിമ്പുലികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മുമ്പൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ ടൈഗറിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോകണം. പിന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ല റൂട്ടാണ്. നല്ല ശോലവനങ്ങളിലൊക്കെ ഇടയിലുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര മനസ്സിന് കുളിർമയേകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു അടിപൊളി ഒരു ട്രക്കിംഗ് സ്പോട്ട് കൂടി കിട്ടിയാലോ. അങ്ങനെ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ഇവിടെയുള്ള രംഗസ്വാമി പീക്ക് എന്ന് പറയുന്നത്. ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ഫോറസ്റ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് നമുക്കങ്ങോട്ട് പോകാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 360 വ്യൂ ആണ് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ. നല്ല കിടിലൻ സ്പോട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട്, അതിൻ്റെ മുകളിലൊരു കോവിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തിരിച്ചിറങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.